അമൃതം 2024 ക്യാൻസർ അതിജീവിതരുടെ ഒത്തുചേരൽ ജൂൺ 22-ന് തലശ്ശേരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, ജില്ലാ പഞ്ചായത്ത്, തലശ്ശേരി മുനിസിപ്പാലിറ്റി, കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജൂൺ 22-ന് തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ അമൃതം 2024 എന്ന പേരിൽ അർബുദ അതിജീവിതരുടെ സംഗമം നടക്കുന്നത്. സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 2014 മുതൽ 2028 വരെയുള്ള കാലയളവിൽ ചികിത്സ സ്വീകരിച്ച് രോഗമുക്തരായി സാധാരണ ജീവിതം നയിക്കുന്ന 700ഓളം ക്യാൻസർ അതിജീവിതരും അവരുടെ കുടുംബാംഗങ്ങളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും സംഗമത്തിൽ ഒത്തുചേർന്നു. അവരുടെ അനുഭവങ്ങൾ പങ്കിടാനുള്ള വേദി കൂടിയായിരിക്കും ഈ ഒത്തുചേരലെന്ന് ഡോക്ടർ ചന്ദ്രൻ കെ നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2014 തൊട്ട് 2018 വരെയുള്ള കാലയളവിൽ അർബുദ രോഗം വന്ന് ചികിത്സ കംപ്ലീറ്റ് ആയി അതിൽ നിന്ന് മുക്തി നേടിയവരുടെ ഒരു മീറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഓരോ 2 വർഷം കൂടുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അമൃതം എന്നാണ് അതിന് പേര്. ഓരോ വർഷം അത് തന്നെയാണ് പേര്. അപ്പോൾ അതിന് മെയിൻ ഒരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവർ ഒരു 2000-ഓളം ആൾക്കാർ വന്നു ചേരും. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫല്ല, മെയിൻലി പേഷ്യൻസും അവരുടെ ബന്ധുക്കളും. അപ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് അവർക്ക് പഴയ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റി. അതുകൂടാതെ അവർ സക്സസ്ഫുള്ളി, അതായത് വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവരെല്ലാം. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഈ ക്യാൻസർ വന്നാൽ പലതരം ഓൾട്ടർനേറ്റീവ് ചികിത്സകളും തേടി ആൾക്കാർ പോവാറുണ്ട്. അത് ഇപ്പം കുറച്ച് കുറവാണ്, എന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് അവർ നമ്മൾ എടുത്തെത്തുമ്പോഴേക്ക് വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ കാണാറുണ്ട്. സാധാരണ കണക്കിൽ നമ്മുടെ കണക്ക് പ്രകാരം ഏകദേശം 60% ക്യാൻസറുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും രോഗികൾ എത്തുമ്പോഴേക്ക് മൂർച്ഛിച്ച അവസ്ഥയിലാണ് കാണാറുള്ളത്. അതിന് ഒരു പ്രധാന കാരണം, അത് തന്നെയാണ് കാരണം എന്നല്ല പറഞ്ഞത്, ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടുവന്നത് അശാസ്ത്രീയമായ ചികിത്സാ രീതികളിലേക്ക് ആദ്യം അവർ പോകുന്നു. അപ്പോൾ ആദ്യം ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മാനസികമായിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നാച്ചുറലി അത് അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അവർ അസുഖം മൂർച്ഛിക്കുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ ഈ മൂർച്ഛിച്ച അവസ്ഥയിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ കണ്ടുപിടിച്ച ഉടനെ ശാസ്ത്രീയമായ ചികിത്സ അവലംബിക്കണം എന്നുള്ളൊരു സന്ദേശവും കൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ് ഇതിനുണ്ട്. കാലത്ത് 9 മണി മുതൽ 3 മണി വരെ നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അതിജീവിതരെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. സ്പീക്കർ AN ഷംസീർ ചടങ്ങിൽ നേരിട്ട് സംബന്ധിക്കും. കഥാകൃത്ത് T പത്മനാഭൻ മലബാർ ക്യാൻസർ സെന്ററിലെ അതിജീവിതരുടെ അനുഭവങ്ങൾ അടങ്ങുന്ന സായുജ്, ആരോഗ്യ പ്രവർത്തകരുടെ രോഗീ പരിചരണ അനുഭവങ്ങൾ അടങ്ങുന്ന സമർപ്പൺ എന്നീ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. ചെണ്ടവിദ്വാൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, സിനിമാ താരം നദിയ മൊയ്തു, ഗായിക സയനോര ഫിലിപ്പ് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ശരത്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ T അനിത, വിജിലൻസ് ഓഫീസർ PK സുരേഷ്, ഡോക്ടർ AP നീതു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KV മുകുന്ദൻ, KCC പ്രസിഡന്റ് പുതുക്കുടി നാരായണൻ എന്നിവരും പങ്കെടുത്തു.